ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഈസാൻ മീ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു ബ്രെഡ് കസ്റ്റർഡ് പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ പെരുന്നാൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ 1 ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ, മിൽക്ക് മെയ്ഡ്, ചൈന ഗ്രാസ്, പിന്നെ ഇതിലേക്ക് ഷുഗറും വേണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു സാധനം കൂടെ ആവശ്യമുണ്ട്, അത് ഞാൻ അവസാനം പറയാം. പിന്നെ ഇതാ ഒരു വലിയ സോസ് പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 ലിറ്റർ മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ കസ്റ്റാർഡ് ബ്രെഡ് പുഡിംഗ് നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനും നല്ല ഈസിയാണ്. അപ്പോൾ ഇതാ 1 ലിറ്റർ പാല് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചെറിയ ചൂടായ സമയത്ത് തന്നെ കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ചൈന ഗ്രാസ് ഒന്ന് പിന്നെ മെൽറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അതാ വെള്ളത്തിലൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് തന്നെ നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ചൈന ഗ്രാസിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതവിടെ മെൽറ്റായി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ പാലിതവിടെ ചൂടായി കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പുഡിങ് പെരുന്നാൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പുഡിങ്ങാണ്. ഗസ്റ്റ് വരുന്ന സമയത്തായാലും പിന്നെ പെരുന്നാൾ ടൈമിലായാലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ. ഇളക്കി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ച് ചെറിയ പാത്രം എടുക്കാഞ്ഞത് ഒരു വലിയ സോസ് പാൻ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇതാ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3-4 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട ശേഷം ആ ചെറിയ ചൂടുള്ള പാല്, ഇളം ചൂടുള്ള പാല് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അതിൽ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. UAE പെരുന്നാൾ വരുന്നത് സൺഡേ ആണ്, നാട്ടിൽ മൺഡേ ആണ് പെരുന്നാൾ വരുന്നത്. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഈദ് മുബാറക്. പാല് ഇളം ചൂടായ സമയത്ത് കസ്റ്റാർഡ് പൗഡർ മിൽക്ക് ചെയ്ത ശേഷം 3-4 ടീസ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി അതിനിടയിൽ പിന്നെ ചൈന ഗ്രാസ് നല്ല മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാൽ ഇതാ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതാ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുത്ത ശേഷം നല്ല മിക്സ് ചെയ്യണം, അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായാലും നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതിനിടയിൽ ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് പാല് തിളച്ച ശേഷം ഷുഗർ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറയാൻ മറന്നു പോയതാണ്. അപ്പോൾ ഷുഗർ ചേർത്ത ശേഷമാണ് ഇതിലേക്ക് ഇതാ കസ്റ്റർഡ് പൗഡറും ചൈന ഗ്രാസൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ മറന്നതും ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കുന്ന ഈ ഒരു സാധനം ഉണ്ട് കേട്ടോ, ബട്ടർ. അപ്പോൾ എല്ലാ സമയത്തും ബട്ടർ ചേർക്കാറുണ്ട്, പക്ഷെ മറന്നു പോയതാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് വിട്ടു പോയിട്ട് ഇതിലേക്ക് ചേർക്കാൻ. ഇത് ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ ഇത് ചേർക്കാതെ ഉണ്ടാക്കിയിട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്നുകൂടി ടേസ്റ്റ് കൂടണമെങ്കിൽ നമ്മൾ ബട്ടറൊക്കെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതിയെങ്കിലും കൂടുതലാവാൻ പാടില്ല ബട്ടർ ചേർക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ കയ്യിൽ ബട്ടറൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ബട്ടർ വേവിച്ചിട്ടൊക്കെ ഈ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഷുഗറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഷുഗർ ചേർത്തിട്ടുണ്ടായിരുന്നു, മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ പുഡിങ്ങിലേക്ക് നിർബന്ധമായിട്ട് ചേർക്കുന്ന ഒരു സാധനം കേട്ടോ മിൽക്ക് മെയ്ഡ്. ഇതും കൂടി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്.
പിന്നെ ഇതിലേക്ക് ബ്രെഡാണ് ആവശ്യം കേട്ടോ. ഒരു 3-4 ബ്രെഡ് ഇതിലേക്ക് ആവശ്യമുണ്ട്. ഇതിൻ്റെ പിന്നെ വൈറ്റ് മാത്രം എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാൻ ഞാൻ 2 കൂടിയാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡ് ചേർത്ത് മിക്സ് ചെയ്ത ശേഷം അത് തീ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് കട്ടിയായി കിട്ടും. ആ സമയത്ത് നമ്മൾ ചൂടോടെ തന്നെ ഇത് അടിച്ചെടുക്കാൻ പാടില്ല. ഈ സമയത്ത് നമുക്കൊന്ന് ചൂടാറണം കേട്ടോ. അപ്പം ബ്രെഡൊക്കെ ഇതുപോലെ നല്ല മെൽറ്റാക്കി ഇതിലേക്കൊന്ന് ചേർത്തെടുക്കണം. അപ്പോൾ ഈ മിൽക്കിലും കസ്റ്റാർഡിലൊക്കെ ഒന്ന് മിക്സാക്കി ബ്രെഡൊന്ന് ഇതിലൊന്ന് മെൽറ്റ് ചെയ്യണം കേട്ടോ. ആ സമയത്ത് നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം ചൂടോടെ തന്നെ ഇത് മിക്സിയിലിട്ട് അടിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടി കുറച്ച് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തണുക്കാനും പാടില്ല. ആ സമയത്ത് ഞാനിതാ കുറച്ചൊന്ന് വലിയ ചൂട് വിട്ട ശേഷം അത് മിക്സിയിൽ ഒഴിച്ച് കൊടുക്കുക. അതിൽ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കട്ടയില്ലാതെ ഒന്ന് അടിക്കണം. അതിന് ശേഷം നമ്മളൊന്ന് പുഡിങ് സെറ്റാക്കാൻ വെക്കുന്നത്. ചെറിയൊരു ചൂടോടെ തന്നെയാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. വലിയ ചൂട് വിട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഒന്ന് മിക്സിയിൽ നല്ല തരിപ്പൊന്നും ഇല്ലാതെ ഒന്ന് സോഫ്റ്റായിട്ട് തന്നെ അടിച്ചെടുക്കുന്നുണ്ട്. ഈ പുഡിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഈസൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ വ്ലോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം, വീഡിയോ കണ്ടു നോക്കണം. അപ്പോൾ ഇതാ മിക്സിയിൽ ഞാൻ ഒന്ന് അടിച്ചെടുത്ത ശേഷം ഞാനിതാ പുഡിങ്ങിൻ്റെ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പകുതി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ എന്താണ് നട്സ് ഉള്ളത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് അണ്ടിയും പിന്നെ വാൾനട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ പൊടിച്ചത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബദാമും ഞാൻ ചോപ്പറിലിട്ടാൽ നമുക്ക് നല്ല നൈസായി പൊടിയാതെ തന്നെ ഇങ്ങനെ പുഡിങ്ങിക്ക് ഇടാൻ പറ്റിയിട്ടുള്ള രീതിയിൽ നമുക്ക് ചോപ്പറിലിട്ട് വലിച്ചാൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് പിന്നെ മിക്സിയിട്ട് അടിക്കൊന്നും വേണ്ട. ഇതുപോലെ ചോപ്പറിലിട്ട് ചെയ്താൽ നമുക്ക് ഒന്ന് ശരിയായി കിട്ടും. അപ്പോൾ അതാ പുഡിങ്ങിൻ്റെ മുകളിൽ ഞാൻ നട്സൊക്കെ ഇട്ട ശേഷം ഇതിലേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് സെറ്റായ ശേഷം ഒന്ന് തടുത്ത ശേഷം തലേ ദിവസമൊക്കെ പുഡിങ് ഉണ്ടാക്കി പിറ്റേ ദിവസം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒന്ന് സെറ്റായി കിട്ടും ചെയ്യും. അപ്പോൾ അതാ വൈകുന്നേരം തന്നെ ഞാനിതാ പുഡിങ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് എന്ത് പേരിലും പറയാം കേട്ടോ. കസ്റ്റർഡ് ബ്രെഡ് പുഡിങ്ങെന്നും ബ്രെഡ് കസ്റ്റർഡ് പുഡിങ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റാണ്, നമ്മുടെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റായിട്ടുള്ളൊരു പുഡിങ് തന്നെയാണ്. കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ് തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പിയും വ്ളോഗൊക്കെ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.